നിന്നെ പോലെ നാണം കെട്ടൊരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്രയും വഴക്ക് കേട്ടിട്ട് ഇത്രയും തല്ല് കൊണ്ടിട്ട് നിനക്ക് ഒരു നാണമില്ലല്ലോ. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊന്നില്ലേ? സെൽഫ് റെസ്പെക്ടിനെ പറ്റി അറിയില്ല ബുൾബുൾ, പക്ഷെ വിശ്വാസമുണ്ട്. നിന്നെ കിട്ടുമെന്നുള്ള വിശ്വാസം ഭ്രാന്തായി പ്രണയിക്കുക നിന്നെ. അതുകൊണ്ട് അകത്തെല്ലാം കേട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നീ ഒരു ചുക്കും ചെയ്യില്ല. നിന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. എന്നെ സ്വന്തമാക്കണം നിനക്ക്. പ്രണവിന്റെ പകരക്കാരനാവണോ നിനക്ക്? പ്രണവിന്റെ നഖത്തിന്റെ വില പോലും നിനക്കില്ല മിസ്റ്റർ. ഞാനെന്നല്ല ഈ ലോകത്തിൽ ഒരു പെണ്ണ് നിങ്ങൾ വിവാഹം കഴിക്കില്ല. എന്തിന് കല്യാണം കഴിക്കണം? എന്ത് വില നിങ്ങൾക്കുള്ളത്? എന്താ പറ. ഒരു പെൺകുട്ടിക്ക് വിശ്വാസം കൊടുക്കാൻ പറ്റാത്തൊരാളെ എങ്ങനെ പ്രണയിക്കും? പിന്നെ എന്റെ ദൃഷ്ടിയിൽ പെണ്ണിനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നവനെ ശിഖണ്ഡി എന്നാ വിളിക്കേണ്ടത്. യെസ്, ശിഖണ്ഡി. നീ അങ്ങനത്തെ ഒരു കാറ്റഗറിയാ. നീ ഇപ്പോൾ മനസ്സിൽ എന്ത് ചിന്തിച്ചാലും അത് അവിടെ തന്നെ വെച്ചാൽ മതി. അല്ലാതെ അത് വായിലൂടെ പുറത്തു വന്നാൽ നിന്നെ പിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. പിന്നെ എൻ്റെ വൈഫിൻ്റെ കാര്യം, അവളെ കണ്ടെത്താൻ ഞാൻ റോഡിലെ പട്ടിയോട് സഹായം ചോദിച്ചാലും ഞാൻ നിന്നോട് ചോദിക്കില്ല. പ്രണവിന്റെ നഖത്തിന്റെ വില പോലും നിനക്കില്ല മിസ്റ്റർ. ഞാനെന്നല്ല ഈ ലോകത്തിൽ ഒരു പെണ്ണ് നിങ്ങൾ വിവാഹം കഴിക്കില്ല. പിന്നെ എന്റെ ദൃഷ്ടിയിൽ പെണ്ണിനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നവനെ ശിഖണ്ഡി എന്നാ വിളിക്കേണ്ടത്. നീ ചെയ്തത് ശരിയല്ല ബുൾബുൾ. നീ എന്നെ മാത്രമല്ല എന്റെ പ്രണയത്തെയും ഇൻസൾട്ട് ചെയ്തു, പുച്ഛിച്ചു. അതിനെ വെറുതെ വിടില്ല നിങ്ങളെ ഒന്നും. നീ എന്നെ ആണല്ലെന്നല്ലേ പറഞ്ഞേ? ഇനി ഞാൻ കാണിച്ചു തരാം യഥാർത്ഥ ആണ് ആരാണെന്ന്. പിന്നെ അതിനുവേണ്ടി എന്ത് ചെയ്താലും, ആരെ തല്ലേണ്ടി വന്നാലും ആരെ കൊല്ലേണ്ടി വന്നാലും എന്തും ചെയ്യും ഞാൻ. അങ്ങനെ നിനക്ക് മനസ്സിലാക്കിച്ചു തരും ഞാൻ ആരാണെന്ന്. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്താണെങ്കിലും ഇത് നിന്നോടല്ല, എന്നോട് തന്നെയുള്ള വാക്കാണ്. ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും. പക്ഷെ അതിനു മുമ്പ് എന്റെ ആൾക്കാരെ വിളിച്ച് ഇൻഫോം ചെയ്യണം പ്രിയയെ കൊല്ലരുതെന്ന്. ഇനിയിപ്പോ ഞാനവിടെ നേരിട്ട് ചെന്നേ പറ്റൂ. പെട്ടെന്ന് അബിയെ ഫോൺ ചെയ്യാം. ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിളിച്ച് പറയാം. സിഗ്നൽ ഇല്ല. ഇവിടെ എന്താ സിഗ്നൽ ഇല്ലാത്ത? ഇവിടെ ഒട്ടും കിട്ടുന്നില്ലല്ലോ റേഞ്ച്. വെളിയിൽ പോയാലേ ഫോൺ ചെയ്യാൻ കഴിയും. പക്ഷെ എങ്ങനെ പോവും? അവന്മാരവിടെ ഇരിക്കല്ലേ. എന്താ ചെയ്യാ? വേറൊരു വഴി എന്താ? അച്ഛമ്മ പ്ലീസ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അച്ഛമ്മ കൂടുതൽ വീക്കാവത്തേ ഉള്ളൂ. ആന്റി, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇവളെന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ എന്നെ? അവളോ വിഷമിച്ചിരിക്കുക. അറിയില്ല എന്റെ പ്രിയ മോൾ എന്ത് ചെയ്യുകയാണെന്ന്. എന്റെ മോള്, അവൾ അച്ഛമ്മയുടെ മരുമോള് മാത്രമല്ല, എന്റെ ഭാര്യ കൂടിയാണ്. അത് അവളെ കൊണ്ടുപോയവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവളെ ആരും പെട്ടെന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ അച്ഛമ്മയുടെ പ്രിയ തിരിച്ചു കൊണ്ട് വന്നിരിക്കും. പക്ഷെ അച്ഛമ്മ മനസ്സിങ്ങനെ വിഷമിപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പ്രണവ്, നീ ഒരു കാര്യം ചെയ്യും. പോലീസിനൊന്ന് വിളിച്ചിട്ട് സിറ്റി മൊത്തം ഒന്ന് സെർച്ച് ചെയ്യാൻ പറ. നീ കമ്മീഷണർ തന്നെ ഒന്ന് വിളിക്കുക. എന്നിട്ട് സ്പീഡപ്പ് ചെയ്യാൻ പറ. പ്രിയയ്ക്കൊന്നും ആവരുതെന്നും പറഞ്ഞേക്കണം. ഓക്കെ? പ്രിയയെ കിഡ്നാപ്പ് ചെയ്തവരാരായാലും ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അച്ഛമ്മയെ ഞാൻ വാക്ക് തരികയാണ്. പ്രിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു പോറൽ പോലും ഏൽക്കാതെ അവൾ ഈ വീട്ടിലുണ്ടാവും. ഈ കോർപ്പറേറ്റഡ് ഭ്രാന്തനൊന്നും അല്ലല്ലോ. ഞാൻ അയാളോട് പറഞ്ഞതാ പ്രിയ ഒന്ന് വെറുതെ വിടാൻ. പക്ഷെ കേൾക്കുന്നില്ല. അവളെ വിടുന്നതിന് പകരം അയാൾ നേരിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു. ഇത്രയ്ക്ക് മണ്ടനാണ് അയാള്. ഏട്ടനാണെങ്കിൽ ഇപ്പോഴേ ദേഷ്യത്തിൽ അയാളെ കാണും കൂടി ചെയ്തപ്പോ ദേഷ്യം കൂടുകയും ചെയ്തു. നീ കണ്ടതല്ലേ? അയാൾക്ക് മനസ്സിലാവുന്നില്ല എത്ര വലിയ പ്രോബ്ലത്തിലാ പെടാൻ പോകുന്നു, നമ്മളെ പെടുത്താൻ പോകുന്നു. Such an idiot.
ആ പറ. തനിക്ക് ശരിക്കും ഭ്രാന്താണോ? ഞാൻ തന്നോട് പറഞ്ഞതല്ലേ പ്രിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടയക്കാൻ. പക്ഷെ തനിക്കെന്താ മനസ്സിലാവാത്തെ? മിസ് ആലിയ, ഞാൻ നിന്റെ വേലക്കാരനല്ല. നീ പറയുന്നത് മുഴുവൻ കേട്ട് വിഴുങ്ങാൻ. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാ. എന്നെ പഠിപ്പിക്കാനൊന്നും നീ ആളായിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, നീ എന്നെ പറ്റി നിന്റെ ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഈ കിഡ്നാപ്പിംഗ് കാര്യത്തിലുള്ള നിന്റെ റോൾ എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കും. അവസാനം എന്നെ ഉപദേശിക്കാൻ കാണിച്ച ഈ ബുദ്ധി നിന്നെ രക്ഷപ്പെടുത്താൻ നീ കാണിക്കേണ്ടി വരും. മനസ്സിലായോ? ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെ ഇനി ഫോൺ വിളിക്കരുത്. നിന്റെ എല്ലാം മണ്ടത്തരം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. മനസ്സിലായോ? വെക്കടി ഫോൺ. അവൻ എന്തു പറഞ്ഞു? ഈ കോർപ്പറേറ്ററിന്റെ കൂടെ നിന്നതാ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം തന്നു. അയാൾ എന്തായാലും പിടിക്കപ്പെടും. പക്ഷെ അതിന്റെ കൂടെ നമ്മളും പിടിക്കപ്പെടും. അബി പോലീസ് ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ട് കിഡ്നാപ്പറുടെ. അത് കണ്ടിട്ട് കുറച്ച് ക്രിമിനൽസിനെ പോലീസ് സ്റ്റേഷനിൽ വരുത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ സുരേഷ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. പ്രിയച്ചയെ കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് ആകെ ഒരൊറ്റ തവണ അവൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവളെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേനെ. അണ്ണോ നമ്പർ നീ എടുക്ക. ചിലപ്പോ കിഡ്നാപ്പേഴ്സ് ആയിരിക്കും. ഹലോ, ഹലോ പ്രിയ. ബലൂണെ നീ എവിടെയാ? നീ ഓക്കെ അല്ലേ? ബലൂണെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ബലൂണെ? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എനിക്ക് കുഴപ്പമില്ല. ഞാൻ കിഡ്നാപ്പേഴ്സിന്റെ ഗോഡൌണിൽ നിന്ന് ഓടി വന്നത്. ഈ ഫോൺ അതിലൊരാളുടെ. ബലൂണെ നീ ഇപ്പൊ എവിടെയെന്ന് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ടൊരു കോളനി പോലെ ഉണ്ട്. എനിക്ക് ആകെ പേടിയാവുന്നു. ബലൂണെ നീ പേടിക്കാതിരിക്കേ. യു ആർ എ ബ്രേവ് ഗേൾ. ഇവിടെ വരെ എത്തിയില്ല നീ. ഇനി നീ അവിടെ നിന്ന് രക്ഷപ്പെടും. നീ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. നീ എവിടെയാ നിൽക്കുന്നേ? അതെ ആന്റി, നോക്കൂ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് സംഘർഷ് നഗർ. കണ്ടില്ലേ അവിടെ? സോറി. അവര് പറയുന്നത് ഇത് സംഘർഷ് നഗർ ആണെന്നാ. സംഘർഷ് നഗറിലാണോ നീ നിൽക്കുന്നത്? ശരി ബലൂണെ, നീ അവിടെ തന്നെ നിൽക്ക്. ഒരിടത്തും പോകരുത്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ വരാം. ബലൂണെ, നിനക്കൊന്നും സംഭവിക്കില്ല. ബലൂണെ,
നിങ്ങളെ കാത്തു നിൽക്കാം. പ്രണവ്, നീ പോലീസിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഞാൻ പുറകെ എത്തിക്കോളാം. ഓക്കെ. എടാ മുനീറേ, ഭാസ്കര, എടാ ഒന്ന് ഓടിവാ. എന്താടാ? എടാ എടാ ആ പെണ്ണിനെ കാണുന്നില്ല. എന്തോ നോക്കിക്കോടാ, പോയി പിടിക്കടാ അവളെ. ഇത്രയും നേരമായിട്ടും അബിയുടെ ഫോൺ പോലും വന്നില്ല. എനിക്കറിയില്ല എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചെന്ന്. സമയം കഴിയും തോറും എനിക്ക് പേടി കൂടി വരിക. നീ പേടിക്കാതിരിക്കും മോളെ. ഇത്രയും സമയമായില്ലേ, അവളെ കുറിച്ച് എന്തെങ്കിലും ഒന്നും അറിയാതിരിക്കില്ലല്ലോ. നീ ഒന്ന് സമാധാനപ്പെട്. അമ്മേ, ഞാൻ പ്രണവിനൊന്ന് ഫോൺ ചെയ്യാം. പറയൂ. ചേച്ചിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇപ്പൊ ഒരു ഫോൺ വന്നായിരുന്നു. ചേച്ചി കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന്. ആണോ? കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു? ഞാനിപ്പോ അവിടേക്ക് പോവാ. കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടേഴ്സും ഉണ്ടാവും. പ്രണവ്, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ പ്ലീസ്. വേണ്ട ബുൾബുൾ, നീ അവിടെ വരണ്ട. ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് പോവല്ലേ. നീ പേടിക്കണ്ട. എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തിരിച്ചു വിളിക്കാം. പ്രണവ് പ്ലീസ്, എനിക്ക് ഇവിടെ ഇരുന്ന് ടിടി പറിക്കുന്നില്ല. എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം. ഞാനും കൂടെ വന്നോട്ടെ നിന്റെ കൂടെ. ഓക്കെ. നീ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. അമ്മേ, ടെൻഷൻ അടിക്കണ്ട. ചേച്ചിയെ പറ്റിയുള്ള വിവരം കിട്ടി. ഞാനിപ്പോ വരാം. ശരി ബലൂണെ, നീ അവിടെ തന്നെ നിൽക്ക്. ഒരിടത്തും പോകരുത്. ഞാൻ ഇപ്പോൾ തന്നെ അവിടെ വരാം. ബലൂണെ, നിനക്കൊന്നും സംഭവിക്കില്ല. ഹലോ, ഓടി ഓടി തളർന്നോ? ഇത്രയും പാടുപെട്ട് നിന്നെ പിടിച്ചിട്ട് നീ എന്ത് വിചാരിച്ചു? ഈസി ആയിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നോ? അഥവാ നീ ഓടിപ്പോയിരുന്നെങ്കിൽ എന്റെ കാര്യം കഴിഞ്ഞാനേ. ഇനി നീ നോക്കിക്കോ ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. എണീറ്റ് വാടി. ഇത്തവണ നിന്നെ കുറച്ചും കൂടി അടച്ചുറപ്പുള്ള സ്ഥലത്താക്കാം. നടക്കടി. ജലം പിടിക്കുന്നോടി. അയ്യോ, അവൾ ഓടിയാ. എടാ, ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നത് കണ്ടുവിടണം. നിനക്കെന്താണോ നോക്കി പോയിക്കൂടാ? ചേട്ടാ, ഒന്ന് മാറിയുന്നേ. കുറച്ചുകൂടി മാറി കേട്ടാ.
നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നു കഴിഞ്ഞു. അതിനിടയ്ക്ക് ഇത് എന്ത് ചെയ്യാ? ഇവിടെ ഭൂകമ്പം നടക്കുക. നിങ്ങൾ എന്ത് നടക്കരുതെന്ന് കരുതിയോ അത് നടന്നു. ഞാൻ പറഞ്ഞ പോലെ ഭൂകമ്പം വരും. ഭൂകമ്പവും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉൽക്കയും എല്ലാം വരും. നമ്മളെല്ലാം അതിൽ മുങ്ങുകയും ചെയ്യും. അതെ, ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. അപ്പൊ പ്രിയ അവളില്ലേ, അവള് ആ കണ്ണാടി, അവളാ കിഡ്നാപ്പറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവളിപ്പോ അഭിയെ ഫോൺ വിളിച്ച് പറഞ്ഞു അവള് കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എവിടെയാണെന്നാ പറഞ്ഞേ? ഏതോ ലഹളമുക്കെന്നാ പറഞ്ഞ, പക്ഷെ എനിക്കറിയില്ല അത് എവിടാന്ന്. ഗോഡ്, ഞാൻ പറഞ്ഞതാ കോർപ്പറേറ്ററിന്റെ കൂടെ നിൽക്കണ്ടാന്ന്. അവനും ജയിലിൽ പോവും, അവന്റെ കൂടെ നമ്മൾ എല്ലാവരും ജയിലിൽ പോവും. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്റെ ഭർത്താവിനെ ജയിലിൽ നടക്കാനുള്ള വെപ്രാളത്തിൽ ഞാൻ ജയിലിൽ പോകുന്നു. മൈഥിലിയെടുത്തി. യു നോ വോട്ട് ആലിയ, നീ ആ കോർപ്പറേറ്ററിനെ ഫോൺ ചെയ്യ. അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. സോറി. എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ മൊത്തം ബ്ലോക്കാ. കാറും പോകില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്തായാലും നോക്കാം. അവളെ കിട്ടിയോ? എന്റെ പൊന്ന് മുനീറേ, ഈ പെണ്ണ് വലിയൊരു തലവേദനയായിരുന്നു. പോയി നോക്കടാ. നീ അങ്ങോട്ട് പോ, പെട്ടെന്നാവട്ടെ. നീ അവിടെ നോക്കാം. ഫോൺ എടുക്കാത്ത ഈ വിവരം കെട്ടവന്മാര് എവിടെ പോയി കിടക്കുകയാണാവോ? ഹലോ, എവിടെയാ നിങ്ങൾ? കിഡ്നാപ്പേഴ്സ് എന്നെ ഓടിച്ചോണ്ടിരിക്കുക. ഞാനിവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുക. ഒന്ന് വേഗം വരണേ. പ്രിയ രക്ഷപ്പെട്ടോ? വല്ലാത്ത കുഴപ്പത്തിലായല്ലോ ഞാൻ. ആ വിവരം കെട്ടവന്മാരെ ഞാൻ നോക്കൂ, എനിക്ക് ഫോണിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. എന്റെ ശബ്ദം കേട്ട് അവരെന്നെ പിടികൂടും. അങ്ങനെ വിടില്ല നിന്നെ ഞാൻ. നിന്നെ രക്ഷപ്പെടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. അതിന് ഞാൻ എന്തും ചെയ്യും. ഞാൻ എന്തും ചെയ്തിരിക്കും. എന്താ ഇവിടെ? ഒന്നുമില്ല, ഫോൺ താഴെ പോയപ്പോ എടുക്കാനായിട്ട് നോക്കിയതാ. അവളെ കണ്ടോ? അങ്ങോട്ട് പോകുന്നു. പിടിക്കടാ അവളെ.
ആ എനി ഇൻഫർമേഷൻ? എന്തെങ്കിലും ഫോൺ കോളോ മറ്റോ വന്നോ? അവർക്ക് എന്താ ഡിമാൻഡ്? ഇല്ല ഇൻസ്പെക്ടർ സാർ, പെട്ടെന്ന് പ്രിയച്ചിയുടെ ഫോൺ വന്നിരുന്നു. ചേച്ചി കിഡ്നാപ്പേഴ്സിന് അടുത്തുനിന്ന് രക്ഷപ്പെട്ടു എന്ന് ഒരു അൺനോൺ നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. ഈ വാർത്ത ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പോൾ ചീത്തയാവാം. ഇനിയൊരു പക്ഷേ അവര് പ്രിയയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഫോൺ വിളിപ്പിച്ചാണെങ്കിലോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതല്ല സർ, ഇനി അഭി കാണുന്നതിന് മുമ്പ് അവരെ വീണ്ടും ഗുണ്ടകൾ കണ്ടാലോ? പിന്നെ എന്ത് സംഭവിക്കും സർ? എന്ത് സംഭവിക്കാൻ? ദോഷം സംഭവിക്കും. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ചേച്ചിയുടെ കാര്യത്തിൽ നല്ലത് ചിന്തിക്കില്ലല്ലോ. ചേച്ചി എത്ര വലിയ ഹിന്റാ തന്നെ, ആ ഹിന്റ് വെച്ച് ചേച്ചിയെ കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് കിഡ്നാപ്പേഴ്സ് ചേച്ചി എന്ത് ചെയ്യുമെന്നാ. നിങ്ങൾക്ക് ചേച്ചിയെ പറ്റി നല്ലത് ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ മോശമായിട്ടെങ്കിലും ചിന്തിക്കാതിരിക്കും. ഞാൻ പ്രിയക്ക് ദോഷം സംഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ദോഷം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ചാണ്. നോക്കൂ, കിഡ്നാപ്പേഴ്സ് ഇതുവരെ ഡിമാൻഡായി പൈസ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒരു പൈസയ്ക്ക് വേണ്ടിയല്ല കിഡ്നാപ്പ് നടത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ അഭിയോടോ പ്രിയയോടോ വൈരാഗ്യം കൊണ്ടായിരിക്കുമോ? നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഈ കാര്യത്തിൽ ടെൻഷനുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ടെൻഷൻ ഉള്ളവര് ചേച്ചി അന്വേഷിച്ച് പോയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ആരും എല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് യു ഗൈസ്. ഇതെന്താ തർക്കിക്കാനുള്ള സമയമാണോ? കോൺസ്റ്റബിൾ, വണ്ടി എടുക്ക്. നീയും എന്റെ കൂടെ വാ. കിഡ്നാപ്പേഴ്സിനെ നീ കണ്ടതല്ലേ, അപ്പൊ നിന്റെ ആവശ്യം ചിലപ്പോ വന്നേക്കും. വരൂ. ഇവിടെ വരാനല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അവന്മാര് പ്രിയയുടെ പുറകെ പോയി കാണും. ഓ, ഇങ്ങനൊരു സ്ഥലം. എത്ര കറങ്ങിയിട്ട് ഒരേ സ്ഥലത്ത് എത്തുന്നല്ലോ. ഈ ബലൂൺ എവിടെയാ പോയത്?